മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഒരു പുതുപുത്തൻ വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ ഒരാൾ അനങ്ങുന്നുണ്ട്, എൻ്റെ സൗണ്ടൊക്കെ കേട്ടിട്ട്. ഉറങ്ങിക്കോ. അപ്പം നല്ല തണുപ്പുള്ള സമയത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഡിസംബർ ജനുവരി ഒന്ന് കടന്നു കിട്ടാൻ ഭയങ്കര പാടാണ് കേട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഭയങ്കര ഫോഗാണ്. രാവിലെ 7 മണിക്കൊക്കെ വെച്ച് പോയ സമയത്ത് ഞാൻ ഇറങ്ങി നോക്കിയപ്പോൾ എനിക്ക് കഷ്ടം തോന്നി അവരെയൊക്കെ ഓർത്തിട്ട്. കാരണം അവർക്ക് പോയേ പറ്റും, വെളുപ്പിനെ പോയേ പറ്റും. ഇന്നപ്പം അവർക്ക് രാവിലെ പോകണ്ടായിരുന്നു. ഇന്ന് ഫോഗായതുകൊണ്ട് ഒരു 7 മണിക്കൊക്കെ പോയാൽ മതിയായിരുന്നു. അപ്പം നമ്മൾ ഇങ്ങനെ വിഷമിച്ചു. പക്ഷെ വിഷമിക്കാനേ പറ്റും, ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ഒരു 10 മണിയായിട്ടുള്ള ഇതെന്താണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. പുറത്ത് അപ്പം ഫോഗ് 10 മണിക്കാകുമ്പോൾ കുറച്ചൊന്ന് മാറി, മറ്റേ അടുത്ത് നിൽക്കുന്നവരൊക്കെ കാണാം എന്നുള്ളൊരു രീതിയിലായി. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ പ്രഭാതം. അപ്പോൾ ഇവിടെ കുളിക്കുക എന്ന് പറയുന്നത് ഒരു ചടങ്ങാണ്, ഭയങ്കര വലിയൊരു ചടങ്ങാണ് ഇവിടെ കുളിക്കുക എന്ന് പറയുന്നത്. ചൂട് വെള്ളത്തിലാണെങ്കിൽ നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ തണുപ്പ് വരും. അത് കഴിഞ്ഞ് പിന്നെ പെട്ടെന്ന് അടുത്ത ചൂട് വെള്ളം എടുത്ത് ഒഴിക്കുമ്പോഴത്തേക്ക് പിന്നെ തണുപ്പ് വരും. അയ്യോ അല്ലേ. അപ്പോൾ അങ്ങനെ കുളിക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഞാൻ ഹീറ്റർ ഓൺ ആക്കിയിട്ടുണ്ട്. അത് ചൂടായിട്ട് ഞാൻ ആ ചടങ്ങിലേക്ക് കടക്കണം. അത് വലിയ ചടങ്ങാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ വൈകിക്കിടയ്ക്ക് ജലദോഷവും പനിയൊക്കെ ആയിരുന്നു. അപ്പോൾ അവൾക്ക് വൈകിയുടെ കാല് ഞാൻ കാണിച്ചു തരാം കേട്ടോ. കാല് നല്ല വീങ്ങിയിട്ടുണ്ട്. ഇവിടെ ചിൽവിലെന്ന് പറയും അതിനെ. എന്ന് വെച്ചാൽ തണുപ്പ് സമയത്ത് കാലിന്, അതിന് വേണ്ടിയിട്ട് ഇവർ വേറെ പ്രത്യേകിച്ച് ചികിത്സയും കാര്യങ്ങളൊന്നുമില്ല. നമുക്ക് ഉപ്പുവെള്ളത്തിൽ കാലിടുക, ചൂട് ഇട്ടിട്ട് ഉപ്പുവെള്ളത്തിൽ കാലിടുക. പിന്നെ ഇവരെ സർസോയിലുണ്ട് മറ്റേ കടുകെണ്ണ, അത് വെച്ച് നന്നായിട്ട് തേക്കാതെ ചൂട് കൊടുക്കും കാലിന്. അപ്പോൾ അതാണ് അവസ്ഥ കേട്ടോ. അതാണിപ്പോൾ നമ്മളുടെ അവസ്ഥ. അപ്പം അവൾക്ക് കാലിന് നല്ല വേദനയുണ്ട്. ഞാൻ ചിരിച്ചതെന്ന് വെച്ചാൽ അവൾ കാലുണ്ട് ഇങ്ങോട്ട് വെച്ച് തന്നു കേട്ടോ. സോക്സൊക്കെ ഊരി കിടക്കുക, കാരണം പുതപ്പിനടിയിലായതുകൊണ്ട് സോക്സൊക്കെ ഊരി കാലുണ്ട്. ഒരു വീക്കമുണ്ട്, ഞാൻ കാണിച്ചു തരാം. പിന്നെ എന്താ, അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ രാവിലെ വെച്ച് പോയപ്പോഴത്തേക്ക് ഇന്നലെ സാമ്പാറാക്കി വെച്ചു. ഇന്ന് സാമ്പാറാക്കുമെന്ന് നടക്കത്തില്ല രാവിലെ, അതുകൊണ്ട് ഇന്നലെ ഞാൻ സാമ്പാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ദോശ സാമ്പാറുമായിരുന്നു. അപ്പോൾ രാവിലെ എനിക്ക് ഈ 1-ാം തീയതി തണുപ്പത്ത് എനിക്ക് കഴിക്കാൻ തോന്നത്തില്ല രാവിലെ. എനിക്ക് കുറച്ച് സമയം കഴിയണം. അപ്പോൾ വൈകിക്കും അങ്ങനെ ആയപ്പോൾ നമുക്ക് രാവിലെ ഈ തണുപ്പത്തൊന്നും കഴിക്കാൻ തോന്നത്തില്ല. ഉച്ചയ്ക്ക് വിച്ച് വരുന്ന 2 മണിയാവും. അപ്പോൾ അപ്പോഴത്തേക്ക് നമുക്ക് ചോറാക്കാം, ഇനിയുള്ള ബാക്കി പരിപാടികളൊക്കെ കാണാം. അപ്പം വെൽക്കം ടു മൈ ന്യൂ വ്ലോഗ്. ഇപ്പോൾ സമയം 10 മണിയായിട്ടോ. 10 മണിയായതുകൊണ്ടാണ് കുറച്ചെങ്കിലും ഒരു വിസിബിലിറ്റി കിട്ടുന്നത്. എനിക്ക് നല്ല തണുക്കുന്നു, നിൽക്കുമ്പോൾ നിറയ്ക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് ഡിസ്റ്റൻ്റ് വ്യൂ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇപ്പോൾ കറക്റ്റ് 10 മണിയായി. രാവിലെ ഒരു വിച്ചൊക്കെ ഓഫീസിൽ പോയ സമയത്താണ് എനിക്ക് തൊട്ടടുത്തേക്ക് നാളെ പോലും കാണാൻ പറ്റാത്ത വിധത്തിലാണ് പോയേട്ടോ. നന്നായിട്ട് തണുക്കുന്നുണ്ട്, നല്ല തണുപ്പാണ് കേട്ടോ. അകത്ത് കയറട്ടെ, ഞാൻ ഇത് കാണിക്കാൻ വേണ്ടി മാത്രം പുറത്തിറങ്ങിയതാണ്. നമുക്ക് കഥമൊക്കെ തുറന്നിട്ടാൽ നല്ല തണുപ്പിങ് അകത്ത് കയറും കേട്ടോ. അടച്ചിട്ടേക്കാം. ഇന്ന് പ്രത്യേകിച്ച് എന്താ പറയുക, പുറത്തൊന്നും പോകാൻ പറ്റുന്നൊരു കാലാവസ്ഥയല്ല. ഡ്രൈവ് ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും. മിറ്റ സൈക്കിളിലാണ് പോകുന്നത് കേട്ടോ. കയ്യിൽ ഇടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, കൈയുടെ ഷോൾഡറിലൊരു പ്രശ്നമൊക്കെ വന്നു. അങ്ങനെ ഞാനത് നോർമലാവട്ടെ. നല്ല തണുപ്പുണ്ട്. ഉച്ചയ്ക്ക് വെയിലാണെങ്കിൽ പോലും നമുക്ക് ഇറങ്ങിക്കാൻ പറ്റത്തില്ല. കാറ്റടിക്കുമ്പോഴത്തേക്ക് വല്ലാതെ വരും. എനിക്ക് ആ ഒരു ഇതിലോട്ട് ബോഡി നന്നായിട്ട് വിറയ്ക്കുന്നു. ഞാൻ ഇപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് വരും. ഇട്ടിട്ടുണ്ടേ, ഇപ്പോൾ ചൂടാവും പൊടി. നല്ല തണുപ്പുണ്ട് ഇന്ന്.
ഇവിടെ പൊതിച്ച് കഴിക്കേ. ചായ ഇതുവരെ കുടിച്ചില്ലേ? അത് വെച്ചോണ്ടിരിക്കണം. തരാ, ഹീറ്റർ എടുത്തോണ്ട് വരാം. ആദ്യം പെട്ടെന്ന് അതങ്ങ് കുടിച്ചാലേ. അവിടെ ഇരുന്നോ, ഡൈനിങ് ടേബിളിൽ ഇരിക്കണ്ട, അവിടെ ഇരുന്നോ കേട്ടോ. എടുത്തോണ്ട് വരാം. ചൂട് വരത്തില്ലേ? കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ അതൊന്ന് വാമാവും. ഓക്കെ, കുറച്ച് നേരം. അങ്ങനെ 1 മണിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അറ്റ്മോസ്ഫിയർ ഒക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ട്. ഫോഗൊക്കെ മാറി വെയിൽ വന്നിട്ടുണ്ട്. എന്തായാലും പുറത്തിപ്പോൾ നല്ല വെയിലായിട്ടുണ്ട് കേട്ടോ. അപ്പം പക്ഷേ പുറത്തിറങ്ങിയാലും ഒരു തണുത്ത കാറ്റാണ്, അതാണ് പ്രശ്നം. വെയിലുണ്ടെങ്കിൽ അതിൻ്റെ അത്ര ഒരു ഇത് കിട്ടത്തില്ല. പക്ഷേ കുളിക്കാൻ അറ്റ്ലീസ്റ്റ് വെയിലുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കുളിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ പോയി എത്ര പെട്ടെന്ന് എണ്ണ വെച്ച് കുളിക്കട്ടെ. വൈകി കുളിപ്പിക്കുന്നില്ല, വൈകിക്ക് ബോഡി ഓക്കെ അല്ലാതിരിക്കുന്ന സമയം. അതുകൊണ്ട് അവളെ ഒന്ന് തുടച്ചെടുക്കുന്നേ ഉള്ളൂ, കുളിപ്പിക്കാൻ പറ്റത്തില്ല. ഇപ്പോൾ ഒന്നാമത് പനിയും ജലദോഷവും ഒക്കെയാണ്, അതുകൊണ്ട് എന്തായാലും ഒന്ന് കുളിപ്പിക്കുന്നില്ല. ചൂടുവെള്ളത്തിൽ കുളിപ്പിച്ചാലും പാടാം. അപ്പോൾ എന്തായാലും നാളെ അവളെ കുളിപ്പിക്കുന്നുള്ളൂ. ഇന്ന് എനിക്കൊന്ന് കുളിക്കണം. അപ്പോൾ ഞാൻ പോയിന്ന് ഒരു കുളി പാസ്സാക്കിയിട്ട് വട്ടെ. ദൈവമേ കാത്തോണേ. അപ്പോൾ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നു. നമ്മുടെ കാലിലുണ്ടല്ലോ, നമുക്ക് ഈ കാല് പെരുക്കത്തില്ലേ, അപ്പോൾ ഇങ്ങനെ കാലറിയാതാവത്തില്ലേ. ഇപ്പം പെരുക്കുമല്ല, ഒരു ചെറിയ തരിതരിപ്പും കാലേ അറിയുന്നില്ല എനിക്ക്. കുളിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഭയങ്കര ഇത്. ഞാൻ ഓടിപ്പോയി വെയിലത്ത് ഇരിക്കട്ടെ, എന്നാലേ നടക്കത്തുള്ളൂ. കുറച്ച് നേരം വെയിലത്തിരുന്ന് കഴിഞ്ഞാലേ നമുക്ക് ഓക്കെ ആകത്തുള്ളൂ. ഞാൻ ഒന്ന് പോയിട്ടെ. സമയം 12 മണി കഴിഞ്ഞു കേട്ടോ. സൂര്യ മാമിൻ ഈസ് റൈറ്റ് എബവ് മീ. കണ്ടോ, എല്ലാം ഒന്ന് നോർമലി കിളികൾക്കും ചെടികൾക്കും ആൾക്കാർക്കും എല്ലാം ഫീൽ ചെയ്യുന്നുണ്ട്. ഞാൻ പെട്ടെന്ന് കുറച്ച് ചിക്കൻ ഇരിപ്പുണ്ടായിരുന്നു, അപ്പോൾ ചിക്കനും നെയ്ച്ചോറും ആക്കി കേട്ടോ. ഞാൻ മുടി പറയില്ലേ, പുറയിൽ ക്യാമറ പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ട്. കണ്ണാടിയിൽ റിഫ്ലക്ഷൻ കാണുന്നുണ്ട്. അങ്ങനെ ഞാൻ റെഡി ആയിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ കുറേ നേരം ഞാൻ ചിരിക്കാനായിട്ട് പോയി കേട്ടോ. കാരണം ഇതാ കണ്ട, ഇങ്ങനെയല്ലല്ലോ. ഇങ്ങനെ ഒരു പെട്ടെന്നൊരു റിഫ്ലക്ഷൻ കണ്ടാൽ നിങ്ങൾ പേടിക്കില്ലേ? ഞാനും പേടിച്ചു, അത്രേ ഉള്ളൂ. എന്നെ തന്നെ കണ്ട് ഞാൻ പേടിച്ചു. അപ്പോൾ നമുക്ക് പോയിട്ട് വരാൻ സമയമില്ല. എന്താ ഐശ്വര്യം എന്നറിയോ എനിക്ക്? ഞാൻ ഇറങ്ങിയപ്പോഴേ കരണ്ടു. അയ്യോ നല്ല കാറ്റ്, അമ്മച്ചിയമ്മേ നല്ല കാറ്റുണ്ട് കേട്ടോ, നല്ല കാറ്റുണ്ട്. വിച്ചു പറഞ്ഞു, വിച്ചു വന്നിട്ട് പോകാം. മിക്കവാറും വരും പറയും. എന്നെയും വിട്ടില്ല, അഞ്ഞൂറും വരത്തില്ല. മിക്കവാറൊന്നും വഴക്കിടും. കാരണം ഞാൻ ഇന്ന് ഇച്ചിരി എക്സ്ട്രാ സന്തോഷിക്കുന്നുണ്ട്. എന്തിനാന്ന് എനിക്കറിയത്തില്ല. ചില സമയത്ത് എനിക്ക് അങ്ങനെ ഞാൻ ഇച്ചിരി എക്സ്ട്രാ എല്ലാം ഇടും. ഇന്ന് എനിക്കെന്തോ ഇച്ചിരി അരപ്പിരി ലൂസാണ്. സംഭവം എന്തോന്ന് എനിക്കറിഞ്ഞൂട. എന്താ ഒന്നിനു മുമ്പേ വൈകിട്ട് വിശക്കും ഭയങ്കര. കുറേ നേരം കൊണ്ട് പറഞ്ഞ വിശക്കുന്നു. എന്നാൽ ചോറ് കഴിക്കാനും വയ്യാതില്ല, ഭയങ്കര പൂനാച്ചയാണ്. അപ്പം ഞാൻ വെച്ച് 2 മുട്ട പിഴിയാൻ കൊടുക്കുന്നു. അതുകൂടെ കൊടുത്തിട്ട് നമുക്ക് പോവാം. നടക്കാൻ പോകുന്ന കാര്യം കുട്ടി പാളീസായി. കാരണം നല്ല ലേറ്റായി വിച്ചു വന്നു. പിന്നെ ഞങ്ങളുടെ സോപ്പിടാനായിട്ട് ഞങ്ങളെ പുറത്ത് കോംപ്ലക്സിലൊക്കെ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ച് തന്നു. അതുകൊണ്ട് ഞാനങ്ങ് ക്ഷമിച്ചു.
തുറക്കടാ. അത് നമുക്ക് ഹാപ്പി ആണെങ്കിൽ 3 ബെല്ലടിക്കണം. അത് വാ മതി, വേണ്ട അടിക്കണ്ട. വാ അവിടെ വെക്കണ്ട, നമുക്ക് അവിടെ പോയിരുന്ന് കഴിക്കാം. വാ. മഫിൻ നോക്കി എവിടെ ഇരുന്ന അവിടെ ഷോപ്സ് എല്ലാം അടച്ചു. ഞങ്ങൾ വന്നപ്പോൾ തന്നെ വിച്ചു ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ 8:30 കഴിഞ്ഞു. അപ്പോൾ അപ്പോഴത്തേക്ക് ഒന്നാമത് തണുപ്പായതുകൊണ്ട് ഇപ്പോൾ എല്ലാ ഷോപ്പും നേരത്തെ അടയ്ക്കും. ഞങ്ങൾ ഇവിടുന്ന് അതൊക്കെ ഒരു ലേസൊക്കെ കഴിച്ച് എങ്ങനെ ഇരിക്കാന്ന് വെച്ചു. ഇരിക്കടാ. എന്തിനാ നീ കൊള്ളാലോടി. അങ്ങനെ ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് എൻ്റെ ഒരു പെട്ടെന്ന് തട്ടിക്കൊട്ടി ഒരു മുട്ട റോസ്റ്റ് ഉണ്ടാക്കട്ടെ. അതേ മസാലയിലോട്ട് തന്നെ. അതായത് ആദ്യമേ ഞാൻ മസാല എണ്ണയ്ക്കകത്തിട്ടിട്ട് അതിൽ മുട്ട ഇങ്ങനെ വെച്ച് റോസ്റ്റാക്കി എടുത്തതിന് ശേഷം ബാക്കി മസാല കാണും, അതിലോട്ട് തന്നെ ഉള്ളി ഒന്ന് വഴട്ടി ഉപ്പൊക്കെ ഇട്ട് വഴട്ടി ചേർക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയാമോ. ചോറും കൂടെ സെറ്റ് സാധനമാണ് കേട്ടോ കഴിക്കാനായിട്ട്. ഇത് നമുക്കിന്ന് രാത്രി ഡിന്നറിന് ചോറുണ്ട്, പിന്നെ എൻ്റെ സ്പെഷ്യൽ മുട്ട റോസ്റ്റ് ഉണ്ട്, മുട്ട മസാല എന്ന് പറയാം, പിന്നെ അച്ചാറുണ്ട്, ഇതാ നല്ല പൊട്ടറ്റോ ഫ്രൈ ഉണ്ട്, പിന്നെ നല്ല അടിപൊളി സാമ്പാറും ഉണ്ട്. പിന്നെ എന്താ ഇത്രയും പോലെ നമുക്ക് കഴിക്കാൻ. അപ്പോഴത്തേക്കും വിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് പോയി ചോറും കഴിച്ച്. അപ്പം വിച്ചു പറഞ്ഞാൽ നമുക്ക് ബാലയ്യയുടെ പടം കാണാമെന്ന്. ഞങ്ങളത് ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് കാണുന്നതാണ് കേട്ടോ ബാലയ്യ പടം. എന്ത് 6 വർഷത്തിന് സീരീസ് ഉണ്ട്. ഈ ബാലയ്യ പടങ്ങളൊക്കെ ഒരുമാതിരി നമ്മളൊരു ട്രാൻസിലിരുന്ന് കാണാൻ പറ്റിയൊരു പടമാണ് കേട്ടോ. അതുപോലെ ഞങ്ങളൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസിന് മാത്രം കാണുന്ന പടമാണ്. ചിരിച്ച് പണ്ടാരടങ്ങും. வந்துட்டாரு பாலையண்ணா வந்துட்டாரு. അത് പ്രകൃതി പ്രളയമാണ്. ഞാൻ വട്ടൻ ബൈ ബൈ. നേരെ ഹിമാലയത്തിൽ ഇത് കിട്ടാൻ സ്വയം നിൽക്കുന്ന എത്രയോ പെൺകുട്ടികൾ ആത്മാഭിമാനം നഷ്ടപ്പെട്ട് ജീവനൊടുക്കി എത്രയോ പേർ. ഒന്നും പോരാ സത്യത്തിൽ ഇതൊരു എൻ്റർടൈൻമെൻറ്റിന് കാണുന്നത്. എൻ്റെ പൊന്നെ ചിരിച്ച് ഞങ്ങളുടെ ഒരുപാട് വന്നു. ഇപ്പൊ തലോടുന്ന സിനിമയില് സംവിധാനം ആരെയും പോകുമ്പോ മതി പടം. അതാ പൊട്ടിക്കുന്ന പറയുന്നത്. എടാ വെട്ടടാ, വെട്ടിട്ട് നോക്കടാ പൊട്ട. വെട്ടിയാണ് ഇപ്പൊ ജീവനം ഉണ്ടായത്. ചിത്തൂർ ആനന്ദപ്പൂർ ഇവിടെയുള്ള എല്ലാ വീടുകളും എന്റെ വീടുകളാ. ഇവിടെയുള്ള കുടുംബങ്ങളൊക്കെ എന്റെ കുടുംബങ്ങളാ. അവർക്ക് ദ്രോഹം ചെയ്താൽ ഇത് കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് ആവില്ലെന്നോർത്തോ. ഇതാ ബാലമുരളീകൃഷ്ണ MLA ആണ്. ആ ഓഫീസേഴ്സിനെ അന്വേഷിച്ച് വന്നിരിക്കുക.
എടാ അങ്ങോട്ടോടാ. കണക്ക് കൂട്ടാൻ ഞാൻ എന്താ വെറും ലേ ഔട്ട് ആണെന്ന് കരുതിയോ? ബ്ലോ ഔട്ട്. കണക്കൂട്ടിൽ ലേ ഔട്ട് ആണെന്ന് കരുതിയോ? ഐ ആം ബ്ലോ ഔട്ട്. ഞാനെന്നെ കത്തിച്ച് കരിച്ചു കളയടാ. അല്ല, നിങ്ങൾ ഇത് തമ്മിൽ എന്താ ബന്ധം? എന്റെ നാടിന് വിശന്നാ ഞാൻ യാചിക്കൂടാ, അതുപോലെ ആപത്ത് വന്നാൽ ഞാൻ വാളെടുക്കൂടാ. ഈ നാടിന് ദ്രോഹം ചെയ്യുന്നവരെ ഞാൻ തീർക്കൂടാ. Friend like soldier. എന്തോ ചെയ്യാനോ? ആ റെഡ് ലൈറ്റ് ഓൺ ചെയ്യാനോ പറഞ്ഞ്? അവൻ തോന്നുന്നു റെഡ് ലൈറ്റ് ഓൺ ചെയ്യാനോ? സോൾജിയർന്നോ? പിന്നെ ഇതേ പടത്തില് ട്രോളും കൂടെ കേട്ടോ എനിക്ക് സമാധാനം. ഫ്ലാഷ് മനസ്സിൽ വിചാരിച്ച് ആദ്യം ഒരു 10-15 മിനിറ്റ് തീർക്കും. പള്ളക്ക് കെറ്റി വേലക്ക് കിട്ടുന്ന കാറ്റാടി കണക്ക് എല്ലാവരെ കിടത്തിട്ട് ഈ പടത്തിന്റെ ഡയറക്ടറായ ബോയാപ്പട്ടിയുടെ എല്ലാ പടങ്ങളും കൊടുങ്കാറ്റ് യൂണിവേഴ്സിൽ ഉള്ളതാണല്ലോ. ആ കൊടുങ്കാറ്റ് മുഴുവൻ ഉണ്ടാവുന്നത് ഈ പടത്തിൽ ബാലയെ കറക്കിയ ആൾക്കാരെ വെച്ചിട്ടാണ് തോന്നുന്നത്. കാരണം ഒന്നും രണ്ടും ഒരു 10-15 വട്ടെങ്കിലും മുപ്പരി പടത്തിൽ ഇതേപോലത്തെ കാറ്റാടി പോലെ ഉണ്ടാവും. അങ്ങനെ ഒരു കാറ്റാടിയൊക്കെ കളിച്ച ശേഷം മൂപ്പര ആ ശൂലെടുത്ത് കഴുത്തിൽ ഒരു കറക്കാൻ. അപ്പൊ ഈ ചമ്മന്തിക്കരക്കാൻ മിക്സിൽ തേങ്ങാപ്പൂൾ കറന്ന് കറങ്ങി. അതുപോലെ ആ ശൂല് മൂപ്പര കഴുത്തി കടന്ന് കറങ്ങി ഒരു 10-20 എണ്ണത്തിന് ഞങ്ങൾ അരിഞ്ഞിട്ട്. അങ്ങനെ ഈ അപരാധങ്ങളൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ പോയി കിടന്ന് ഉറങ്ങാൻ പോവാണ്. കുഞ്ഞിൻ്റെ കാലിനൊക്കെ ഒന്ന് കുറച്ച് ചൂടൊക്കെ കൊടുത്ത് ഞങ്ങൾ എന്നാൽ പോയി ഇറങ്ങട്ടെ. സീ ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ.